സെൻട്രൽ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഓസ്ട്രിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസവരുമാനമായിട്ട് നമുക്ക് 5400 യൂറോ, അതായത് 4 ലക്ഷത്തിന് മേലെ വരുമാനം നേടാനും പറ്റും. സ്കിൽഡായിട്ടും അൺസ്കിൽഡായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണ്ട, IELTS ടോഫലോ OET PT ഇതൊന്നും വേണ്ട. ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് വേക്കൻസികളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഓസ്ട്രിയൻ ഗവൺമെൻറ് ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഓസ്ട്രിയ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ്. അത് അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് ഇത് പുറത്ത് വിട്ടിട്ടുള്ളത്. അവിടുത്തെ വേക്കൻസികൾക്ക് അനുസരിച്ചിട്ട് ഒരുപാട് അവിടെ വന്ന ലേബർ ഷോർട്ടേജ് മൂലമാണ് ഇങ്ങനെ ഒരു വേക്കൻസികൾ ഇവർ പുറത്ത് വിട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോലിക്കായിട്ട് പോകാനും പറ്റും. ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെറും 9 മില്യൺ ആളുകൾ മാത്രമാണ് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല. ഈ ഒരു ഓസ്ട്രിയയ്ക്ക് നമുക്കൊരു ജോലിക്കായിട്ട് ഇനി എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ, ഈ ഒരു ഓസ്ട്രിയയ്ക്ക് ഒരു ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്ലസ് പോയിന്റ്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ഈ ഒരു ഓസ്ട്രിയത്തെ എക്കോണമി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് നമുക്ക് അവിടെ നയിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സോഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു യൂറോപ്പത്തെ ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നമ്മളുടെ കരിയറിന് വേണ്ടിയിട്ട് നമുക്ക് നയിക്കാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഒരു ഓസ്ട്രിയ ഫേമസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓസ്ട്രിയ ബോർഡർ ഷെയർ ചെയ്യുന്നത് ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, ഹംഗറി, സ്ലൊവേനിയ, ഇറ്റലി, പിന്നെ അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്, ഇത്രയും രാജ്യങ്ങൾക്ക് നടുവിലായിട്ടാണ്. പിന്നെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ഉണ്ട്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഷെങ്കൻ വിസ ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ബാക്കിയുള്ള 27 ഷെങ്കൻ കൺട്രീസിക്കും, അതായത് ഈ ഒരു സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, സ്പെയിന്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിത്തൗട്ട് എനി വിസ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എന്തായാലും നമുക്കിനി ഈ ഒരു ഓസ്ട്രിയത്തെ ഗവൺമെൻറ് ഇപ്പോൾ പുറത്ത് വിട്ട ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കി നോക്കാം. അതായത് 2 രീതിയിലാണ് വരുന്നത്. ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് കൺട്രി വൈഡ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ റീജിയണൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺട്രി വൈഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഒരുപാട് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 2024 ഈ ഒരു ഓസ്ട്രിയയിൽ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ്സ് ഈ ഒരു ഓസ്ട്രിയൻ ഗവൺമെൻറ് പുറത്തുവിട്ട ലിസ്റ്റാണ് ഈ ഒരു കൺട്രി വൈഡ് ഷോർട്ടേജ് ഒക്യുപ്പേഷനിൽ വരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഏതൊക്കെയാണ് അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, ഏതൊക്കെ വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായത്, അതായത് എക്സൽ ഫയൽസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയ കൺട്രി വൈഡ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ്. സോ നമുക്കിതിൽ കാണാൻ പറ്റും ബസ് ഡ്രൈവേഴ്സ്, സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ മാത്രമല്ല ഒരുപാട് ജോബ്സ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഷെഫ്സ്, പെയിൻറ്റേഴ്സ്, ഹൗസ് പെയിൻറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്ലാക്ക് ടോപ്പേഴ്സ്, റൂഫേഴ്സ്, വെയർ ഹൗസ് ജോബ്സ്, ടെക്നീഷ്യൻസ്, ഗ്രാജുവേറ്റ്സ്, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ്, ഗ്രാജുവേറ്റ് നഴ്സസ്, ഡയറ്റീഷ്യൻസ്, ഇൻഷുറൻസ് ഏജൻറ്റ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ്, അങ്ങനെ സ്കിൽഡ് ആയവർക്കും അൺസ്കിൽഡ് ആയവർക്കും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയവർക്കും പറ്റുന്ന ജോബ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രാജുവേറ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ്, ഫിസിസ്റ്റ്, അങ്ങനെ പിന്നെ കെമിസ്റ്റ്, അങ്ങനെ ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ, ഗ്രാജുവേറ്റ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റുന്ന ജോബുകളും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 109 നമുക്കിതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇതൊക്കെ ഓരോന്നും നിങ്ങൾ ഏതാണോ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് സെർച്ച് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ വരുന്നത്, അതായത് കൺട്രി വൈഡ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ വേറൊന്നും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഓസ്ട്രിയ റീജിയണൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ്. ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും കേട്ടോ. സോ ഇതിൽ നമുക്ക് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്യുപ്പേഷൻസ് ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റിയിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വിയന്നയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നോക്കുക, ഓരോ സിറ്റി അനുസരിച്ച് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ജോബുണ്ട്. വെയിറ്റേഴ്സ്, അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊഫഷണൽസ്, അഡ്വർടൈസിങ് പ്രൊഫഷണൽസ്, അങ്ങനെ സയൻറ്റിസ്റ്റ്, ഒരുപാടെണ്ണം ഇതിലും വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക്
ഇതിൽ വഴി ഇന്നത്തെ ജോബ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം, മറ്റതും നമുക്ക് ചെയ്യാം. ഓക്കെ, രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലാവുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ജോബുകളും മാറിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഓസ്ട്രിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുള്ള ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. സോ അതിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്നൊന്നും മാറില്ല, കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുള്ളവർ മാത്രം അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് വരുന്നത് ഈ ഒരു ലിസ്റ്റിൽ. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. സാലറീസ് ഓസ്ട്രിയയിൽ കൊടുക്കുന്ന ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് 5400 യൂറോ ആണ് കേട്ടോ പറയുന്നത്. സോ ഈ ഒരു 5400 യൂറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിൻ്റെ ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ബട്ട് നമ്മളിതിൻ്റെ ടാക്സ് ഒക്കെ പിടിക്കുകയാണ്, ആഫ്റ്റർ ടാക്സസ് ഒക്കെ ശേഷം നമുക്കൊരു 3000 യൂറോ വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നല്ലൊരു സാലറി തന്നെയാണ്. കാരണം ഈ ഒരു 3000 യൂറോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ 2,76,000 രൂപ വരുന്നുണ്ട്. സോ അതും കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറി തന്നെയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ലിസ്റ്റിലുള്ള ഒരു ജോബ് കണ്ടെത്തിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി അപ്ലൈ ചെയ്തിട്ട് ഒരു ഓഫർ ലെറ്റർ നമ്മൾ ആദ്യം സംഘടിപ്പിക്കണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ്, അതുപോലെ തന്നെ ട്രാവൽ വിസ ഇൻഫർമേഷൻസ്, സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഇവർ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓസ്ട്രിയയിൽ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന 5 മെയിൻ ആയിട്ടുള്ള പോർട്ടൽസാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതായത് career.at, eams.at, ams.at, stepstones.at, പിന്നെ indeed.com. ഇതൊക്കെയാണ് ഓസ്ട്രിയത്തെ മെയിൻ ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യുഎസ് പോർട്ടലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, അതും നല്ലൊരു ജോബ് പോർട്ടൽ തന്നെയാണ്. ഇതിലത്തെ ഏതെങ്കിലും ഒരു ജോബ് പോർട്ടൽ വഴി ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ശേഷം ഒരു ജോബ് ഓഫർ നിങ്ങൾ സംഘടിപ്പിക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അസിസ്റ്റൻസ് ഒക്കെ നമ്മളുടെ ആ ഒരു എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. VFXൻ്റെ കാര്യങ്ങളും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് ഓസ്ട്രിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ആക്ച്വലി ഇത് നല്ലൊരു അവസരം തന്നെയാണ്, നല്ലൊരു സുവർണാവസരം തന്നെയാണ്. ഓസ്ട്രിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം വഴി അപ്ലൈ ചെയ്യുക, ഒരു ജോബ് ഓഫർ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.